രമ്യ. ഞാൻ GVHSS കുണിയിൽ നിന്ന് വരുന്നു. ഇവിടുത്തെ ടീച്ചറാണ്, UP വിഭാഗം ടീച്ചറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികളെയും കൊണ്ട് 57 കുട്ടികളെയും കൊണ്ട് ഇന്ന് ആനന്ദാശ്രമം സന്ദർശിച്ചു. വളരെ നല്ല കാര്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കുട്ടികളുടെ ഉള്ളിലുള്ള ഗുണങ്ങളും അതുപോലെ അവരുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആ ക്ലാസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടാനും ഇടയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ശ്രീവിദ്യ. ഞാൻ GVHSS കുണിയിലെ UP ടീച്ചറാണ്. ഇന്ന് ഞങ്ങൾ ആനന്ദാശ്രമം സന്ദർശിക്കാനിടയായി. കുട്ടികൾക്ക് 57 കുട്ടികളെയും കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്ക് നല്ല ക്ലാസ്സായിരുന്നു ലഭിച്ചത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ന് പൂർണ്ണമായും നമ്മൾ ബാഹ്യസുഖങ്ങളും സന്തോഷങ്ങളും തേടിപ്പോകുന്ന ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വന്ന ആ മൂല്യങ്ങൾ കുട്ടികൾക്ക് ഒന്നും കൂടി ചെറിയൊരു ക്ലാസ്സിലൂടെ ആണെങ്കിലും ലഭിക്കാൻ ലഭിച്ചുവെന്നാണ് തോന്നുന്നത്. താങ്ക് യു. ഞാൻ അലിമത്ത് അൽഫ, GVHSS കുണിയയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമ്മൾ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട് ആനന്ദാശ്രമത്തിൽ വന്നിരുന്നു. ഇവിടെ ഒരു വളരെ പ്രകൃതി രമണീയമായ പ്രദേശമാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നമ്മുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് നന്നായി അവർ മനസ്സിലാക്കി തരുന്നുമുണ്ട്. ഞാൻ GVHSS കുണിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ഈ ആനന്ദാശ്രമത്തിൽ വന്നപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ വരുന്ന കുറേ മെസ്സേജുകളെല്ലാം തന്ന് ഇതാക്കി. ഇത് ഞാൻ പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെയാ? മോളും മോനും അവർ കല്യാണം ആയിട്ട് ജോലിയിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പൈസ എത്ര വേണോ അത്ര ഉണ്ട്, നമുക്ക് വേണ്ട, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ പറഞ്ഞു. ഓക്കെയാ? മനസ്സിലായ? മോളും മോനും രണ്ടുപേര് പറഞ്ഞു നമുക്ക് പൈസ വേണ്ട, നമുക്ക് എത്ര വേണോ അത്ര ഉണ്ട്, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ പറഞ്ഞു. മനസ്സിലായ? ഇത് സംഭവം. പിന്നെ ഇന്നൊരു സംഭവം പറയും. ഇവിടെ കാഞ്ഞിരക്കടലിൽ ഒരു ലോട്ടറിക്കാരുണ്ടായി. അവർക്ക് ഒരു ഫോൺ വന്നു. ഒരു ലോട്ടറി എടുത്തിട്ട് വെക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫോൺ വന്നു. ഇത് ലോട്ടറി എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വെച്ചു. ആ വെച്ച ടിക്കറ്റ് തന്നെ ലോട്ടറി അടിച്ചു. മനസ്സിലായ? പക്ഷെ ആൾക്ക് അറിയില്ല ഇതേ ലോട്ടറി ടിക്കറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആൾ വേണമെങ്കിൽ മാറ്റിയിട്ട് അടിച്ച ലോട്ടറി ഒരു ഉപയോഗിക്കാം. മനസ്സിലായ? പക്ഷെ അവർ അങ്ങനെ ചെയ്യില്ല. വെച്ച ലോട്ടറി അവർക്ക് തന്നെ കൊടുക്കണം. ഇത് വെച്ചത് നിങ്ങൾക്ക് വെച്ചത് ഇത് അടിച്ചിട്ടിട്ട് അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ഇത് വലിയ ന്യൂസായി എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ? ഇപ്പോൾ ഈ 2 സംഭവം പറഞ്ഞല്ലോ, അതിൽ ഏതെങ്കിലും പഠിക്കാനായിട്ടുണ്ടോ? ഒരാള് ലോട്ടറി എടുക്കാൻ പറഞ്ഞു. സംഭവം മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഒന്നാമത്തെ കഥ എന്ന് പറയുന്നത് കുറച്ച് പൈസ ഒന്നാമത്തെ ബാംഗ്ലൂരുള്ള ഒരാള് അവര് പറയാണ്, അവര് കല്യാണം ജോലി ഉണ്ട്. അവര് പറയാണ് വേണ്ട, നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ട്, നമുക്ക് ആ പൈസ വേണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും നല്ല ആവശ്യത്തിന് ഉപയോഗിച്ചോന്ന് പറഞ്ഞു. അല്ലേ? നല്ലൊരു കാര്യമില്ല. ഒരു മെസ്സേജ് കിട്ടില്ല. പറയാണ് നമുക്ക്. രണ്ടാമത്തെ കഥ, ഒരു ലോട്ടറിക്കാരനോട് ഒരാളെ ലോട്ടറി എടുത്ത് വെക്കാൻ പറഞ്ഞു. ലോട്ടറിക്കാരൻ എടുത്ത് വെച്ചു. അപ്പൊ ആ ലോട്ടറി അടിച്ചു. ലോട്ടറിക്കാരൻ എന്ത് ചെയ്തു? അത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. വേണമെങ്കിൽ ലോട്ടറി
ഓക്കെ, അപ്പൊ ആ ലോട്ടറി അടിച്ചു. ആ ലോട്ടറിക്കാരൻ എന്ത് ചെയ്തു? അതെടുത്ത് മാറ്റിയൊന്നും വെക്കാതെ ആ അടിച്ച ലോട്ടറി അയാൾക്ക് തന്നെ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് എങ്ങനെ കിട്ടിയ ഒരു മെസ്സേജ് എന്താണ്? രണ്ടിനും ഒരു മെസ്സേജ് ഉണ്ട്. ഫസ്റ്റ് ഒന്നാമത്തെ കഥയിൽ നിന്ന് രണ്ടാമത്തെ അവരവരുടേത് മാത്രം. ആ, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും എളുപ്പമായ സംഭവമാണ്. ഒരു വലിയ നിങ്ങളുടെ ഏതാ ക്ലാസ്? 7ാം ക്ലാസ് അല്ലേ? എല്ലാവർക്കും പരസ്പരം അറിയാലോ? എല്ലാവർക്കും അറിയാലോ? അറിയില്ലേ? അറിയില്ല. ഒരു സ്കൂളിൽ നിന്നല്ലേ വരുന്നത്? എഴുതാനല്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നിങ്ങളുടെ പേര് എഴുതേണ്ടതില്ല പേപ്പർ. നിങ്ങളുടെ നല്ല ഗുണങ്ങളും പ്രത്യേകതകളും എന്താണെന്ന് ഒരു 5 എണ്ണം എഴുതിയാൽ മതി ആകെ. നിങ്ങളുടേത് മാത്രം. ആരെയും നോക്കി എഴുതണ്ട, ആരെയും കാണിക്കാൻ വേണ്ട. ഇതൊരു മത്സരമാണ്. നിങ്ങളുടെ ഗുണങ്ങളും പ്രത്യേകതകളും 5 6 അധികം ഉണ്ടെങ്കിൽ അത് മിനിമം. ആരെയും കാണിക്കാതെ ഇട്ടത് കേട്ടോ. ഇതൊരു മത്സരം പറഞ്ഞു കേട്ടോ. ഒരു മിനിറ്റ് എഴുതി. പിന്നെ നിങ്ങൾ സ്വഭാവം വേറെ ആണെങ്കിൽ എഴുതുക. നിങ്ങൾ തന്നെ എഴുതണം. നിങ്ങളുടെ സ്വഭാവവും പ്രത്യേകതകളും. പിന്നെ നിങ്ങളല്ലാതെ നമ്മളാരെയും എന്നെ കുറിച്ച് എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം നിങ്ങളത് എഴുതാനല്ലേ? അതെ. ഹലോ, നോ ഡിസ്കഷൻ പ്ലീസ്. ചോദിച്ചു നിങ്ങൾ മാത്രം വേറെ ചോദിക്കണം. കിട്ടിയില്ല. ചേച്ചി ഒരു പേജ് അപ്പുറത്ത് വായിക്കോളൂ. പെട്ടെന്ന് എഴുതണം. 2 മിനിറ്റിൽ ആരെയും നോക്കണ്ട. ഞാൻ പറഞ്ഞു നേരത്തെ ആരെയും കാണിക്കാൻ പാടില്ല എന്ന്. ആരെയും നോക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ പേര് എഴുതേണ്ടതില്ല. നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒന്നും എഴുതണ്ട. പക്ഷെ നിങ്ങളുടെ ഗുണങ്ങളും പ്രത്യേകതകളുമായി 5 കാര്യം അത്ര എഴുതണ്ട. പെട്ടെന്ന് എഴുതാൻ സ്വപ്നം കാണല. അത് ഒച്ചത്തിൽ പറയേണ്ട. പേനയില്ല. പേന എക്സ്ട്രാ ആരെങ്കിലും കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ മറ്റൊരാളെ എഴുതിയിട്ടാൽ വേഗം പോകാം. 2 മിനിറ്റ്. ആരുടെ പേനയില്ല പറയണ്ടേ? പറഞ്ഞോ. ശരി. മറ്റവരെ എഴുതി കഴിഞ്ഞിട്ട് വേഗം കൊടുക്കും. ആകെ കുറച്ച് എഴുതുന്നുണ്ട്. നിങ്ങളുടേതാണ് എഴുതേണ്ടത്. ഒരു 5 എണ്ണം. 1.5 പേജ് കവിയാതെ വലിയ സ്കീന്നും വേണ്ട കേട്ടോ. 5 എണ്ണം വളരെ ചുരുക്കി എഴുതിയാൽ മതി. 5 എണ്ണം. ആരെയും കാണിക്കണ്ട. ആരെയും കാണിക്കണ്ട. വേഗം എഴുതണം. അക്ഷരത്തെറ്റൊന്നും പ്രശ്നമില്ല കേട്ടോ. അക്ഷരത്തെറ്റായാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് തെറ്റിപ്പോവാം. തെറ്റാൻ അർഹതപ്പെട്ടവരാണ് വിദ്യാർത്ഥികൾ. തിരുത്താൻ ചുമതലപ്പെട്ടവർ അധ്യാപകർ. അതുകൊണ്ട് തെറ്റിപ്പോന്നുള്ള പ്രയാസം വേണം. നോക്കി എഴുതണ്ട പ്ലീസ്. നിങ്ങളുടെ ഗുണമാണ് എഴുതാൻ പറഞ്ഞത്. നിങ്ങളുടെ ഗുണങ്ങളും നിങ്ങളുടെ പ്രത്യേകതകളും എന്താണ്? 5 എണ്ണം. അതെ, കന്നഡയില്ല വരാൻ. കന്നഡയില്ല. കന്നഡയാ? കന്നഡയിൽ എഴുതിക്കോ. കന്നഡ ಗೊತ್ತುಂಟು ನನಗೆ. കന്നഡ പറഞ്ഞത് എങ്ങനെ തടിയുള്ള കാര്യമില്ല. കന്നഡയാണ്. കന്നഡ മറന്നുപോയാ?